ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളെ ഡൈജഷനും അതുപോലെ തന്നെ റെസ്പിറേഷനും ഒക്കെ വരുന്നൊരു ചാപ്റ്റർ അല്ലേ. അപ്പം ഈ ഒരു ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളുടെ ഈ ടൂത്തിൻ്റെ അനാറ്റമി അല്ലെങ്കിൽ ടൂത്തിൻ്റെ സ്ട്രക്ചേഴ്സ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, എന്നതിൻ്റെ ഫങ്ഷൻസ് എഴുതുക. കാരണം കഴിഞ്ഞ തവണത്തെ പബ്ലിക് എക്സാമിന് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളുടെ ഈ ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ ടൂത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഒരു കോഡിലൂടെ ഈസി ആയിട്ട് പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാൻ നമുക്ക് അറിയണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിസ് വരയ്ക്കാൻ ചോദിക്കും. ഈ ഭാഗം തന്നെ ചില സമയത്ത് നമുക്ക് പിക്ചർ വന്നിട്ടുണ്ടാവും, ഇത് നോക്കി വരയ്ക്കാനാണ് പറയുക, കാണാതെ വരയ്ക്കാനൊന്നും പറയില്ല, ഇത് നോക്കി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. ഓക്കെ, ആൻഡ് ചില സമയങ്ങളിൽ ജസ്റ്റ് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ട്, ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും ഏതാണ് ഈ ഭാഗങ്ങൾ എന്ന് പറയാനും അതിൻ്റെ ഫങ്ഷൻസ് മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വരയ്ക്കാൻ ആഗ്രഹമുള്ള മക്കൾ, പക്ഷേ ഇത് അറിയില്ല മിസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ മിസ്സിൻ്റെ കൂടെ ഒന്നിരുന്ന് കഴിഞ്ഞാൽ മിസ് ഇപ്പോൾ സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ കൂടെ ഒരു പെന്നും പേപ്പറൊക്കെ എടുത്തിരിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പോലത്തൊരു സാധനം വരയ്ക്കാം. ഇതാണ് നമ്മളുടെ പല്ലിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന ഭാഗം. ഇത് നമുക്ക് എന്ത് ഈസി ആയിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ പല്ലിൻ്റെ മോണയുണ്ട്. ഇതാണ് നമ്മുടെ പല്ലിൻ്റെ മോണ, അല്ലെങ്കിൽ നമ്മുടെ പല്ലിങ്ങനെ ഇറങ്ങാൻ പോകുന്ന സ്ഥലമാണ് ഈ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനെ ഒരു സാധനം അങ്ങോട്ട് വരയ്ക്കാം. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇങ്ങനൊരു സാധനം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സാധനത്തിൽ വരയ്ക്കണം. യെസ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സാധനം വരയ്ക്കുന്നു. കഴിഞ്ഞു. ഇനി ഒറ്റൊരു സാധനം കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. വേറൊരു കളർ എടുക്കട്ടെ മിസ്. ഇത് ആക്ച്വലി വേറെ കളറായില്ല, നമുക്ക് പിങ്ക് എടുക്കാം. പണി കഴിഞ്ഞു മക്കളെ, പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പല്ല് വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള ഈ ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഇനാമൽ. ഓക്കെ, ഈ ഇനാമലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഇതൊരു ഡെഡ് ടിഷ്യൂ ആണ്, ജീവനില്ലാത്ത കലയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ദൃഢതയുള്ള സ്ട്രോങ്ങസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മളുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഡെൻഡൈൻ. അപ്പോൾ ഈ ഡെൻഡൈൻ എന്ന് പറയുന്നതും എഗെയിൻ ഒരു ലിവിങ് ടിഷ്യൂ ആണ്. ആൻഡ് ഇതുകൊണ്ടാണ് നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളുടെ പല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഡെൻഡൈൻ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മുടെ പല്ല് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭാഗമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഡെൻഡൈൻ. ഓക്കെ, ദിസ് ഇസ് ഡെൻഡൈൻ. അപ്പോൾ കണ്ടോ, പല്ലിൻ്റെ മേജർ പോർഷൻ എന്താണ്? ഈ ഡെൻഡൈൻ ആണുള്ളത്. റെഡി? ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ ബ്ലഡ് വെസൽസ് ഒക്കെ ഉള്ളൊരു ഭാഗമുണ്ട്. നമ്മളുടെ ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, ഒഡോണ്ടോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഒക്കെ ഉള്ളൊരു ഭാഗമാണ് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ ഈ പൾപ്പ് ക്യാവിറ്റിനകത്ത് ഇപ്പോൾ നമ്മുടെ പല്ലിലൊക്കെ ഓട്ട വരില്ലേ, ഹോൾസ് വരില്ലേ? അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാലാണ് പല്ല് വേദന തുടങ്ങുക. അത് ഈ പൾപ്പ് ക്യാവിറ്റിയിൽ ഇൻഫെക്ഷൻ എത്തുമ്പോഴാണ് നമ്മൾ പല്ല് വേദനിക്കുക. കാരണം ഇവിടെയാണ് നമ്മുടെ ബ്ലഡ് വെസൽസും നെർവ്സ് ഒക്കെ ഉള്ളത്. നെർവ്സ് അല്ലെങ്കിൽ നാഡികൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് വേദന അറിയുന്നത്. ഓക്കെ, അപ്പോൾ അതായി. ഇനി ലാസ്റ്റത്തെ ഭാഗം ഇതാണ് നമ്മളുടെ സിമെൻറ്റ്. നമ്മുടെ പല്ലിനെ ഈ ഒരു സോക്കറ്റിൻ്റെ അകത്ത്, മോണയുടെ അകത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കാൽഷ്യം അടങ്ങിയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ സിമെൻറ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടൂത്തിൻ്റെ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇനി മിസ് പറഞ്ഞത് എന്താ? ഇത് കോഡ് വെച്ച് പറഞ്ഞുതരാന്നാണല്ലേ. അപ്പോൾ നമ്മുടെ കോഡ് ഇതേ പിടിച്ചോ. ഇതാണ് നമ്മളുടെ ഇനമോൾ. ഓക്കെ, ഈ മോളുടെ പേരെന്താ? ഇന എന്നാണ് ഈ മോളുടെ പേര്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനമോൾ. അപ്പോൾ ഇനമോൾ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഇനമോൾക്ക് പല്ലുവേദനയാണ്. ഓക്കെ, അപ്പോൾ പല്ലുവേദന ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ കാണിക്കും? ഡെൻ്റൽ ഡോക്ടറെ കാണിക്കും അല്ലേ. അപ്പോൾ ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഇനമോളുടെ പല്ലൊക്കെ നോക്കിയപ്പോൾ ഡെൻ്റൽ ഡോക്ടർ എന്താ പറഞ്ഞത്? പൾപ്പ് ക്യാവിറ്റിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. എന്താണ്? പല്ല് വേദനിക്കാൻ കാരണം എന്താണ്? പൾപ്പ് ക്യാവിറ്റിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇൻഫെക്ഷൻ അങ്ങ് താഴെ വരെ എത്തി. അപ്പോൾ നമുക്കറിയാം പൾപ്പ് ക്യാവിറ്റിയിലാണ് നെർവ്സ് ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇന്നമോൾക്ക് പല്ല് വേദനിച്ചത്. അപ്പോൾ ഡോക്ടറോട് ഇനി എന്ത് ചെയ്യും? പേടിക്കാനൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം? സിമെൻ്റ് ഇട്ട് അടയ്ക്കാം എന്ന് പറഞ്ഞു. സിമെൻ്റ് ഇട്ട് അടയ്ക്കണം. ആക്ച്വലി സിമെൻ്റ് അല്ല, ഇത് നമ്മുടെ കോഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഡ് എങ്ങനെയാണ് മക്കളെ നമ്മൾ പറയാം? ഇനമോളാണ് അല്ലേ. അപ്പോൾ ഇനമോൾ എന്നുള്ളത് നമുക്ക് എന്ത് വിളിക്കാം? ഇനാമലാണ്.
ഇനമോളാണ് നമ്മളുടെ ഇനാമൽ, ഏറ്റവും പുറമെ ഇനാമൽ. അത് കഴിഞ്ഞാൽ പല്ലുവേദന വന്നാൽ ആരുടെ അടുത്താ പോയത്? ഡെൻ്റൽ ഡോക്ടർ. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ഡെൻഡൈൻ. ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? പൾപ്പ് ക്യാവിറ്റിയിൽ ഇൻഫെക്ഷൻ എത്തി, അതുകൊണ്ടാണ് ഇനമോൾക്ക് പല്ല് വേദനിച്ചത് അല്ലേ? അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു? നമുക്ക് സിമെൻ്റ് ഇട്ട് അടയ്ക്കാം, അതാണ് നമ്മളുടെ സിമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇനമോൾക്ക് പല്ലുവേദന വന്നു, ഇനാമൽ. അപ്പോൾ ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് പോയി, ഡെൻറ്റൈൻ. പൾപ്പ് ക്യാവിറ്റിയിൽ ഇൻഫെക്ഷൻ വന്നു എന്ന് പറഞ്ഞു, അപ്പോൾ പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു? നമുക്ക് സിമെൻ്റ് ഇട്ട് അടയ്ക്കാം, സിമെൻറ്റ്. സെറ്റായില്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കോഡ് ഈസി ആയിട്ട് കിട്ടിയോ എന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ആ കോഡൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നിട്ടില്ല, നമുക്ക് ഉറപ്പ് വരുത്താം. ഇനി ഇതേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ? ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ക്യൂ ആൻഡ് ആർ. അപ്പം നമുക്കറിയാം, ഇതാണ് നമ്മളുടെ ഇനമോള്, ഇതാണ് ഡെൻഡൈൻ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ പൾപ്പ് ക്യാവിറ്റി ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഇത് ഏതാ മക്കൾ? ഇത് ഈ ഭാഗമല്ലേ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്? ഇത് ഏതാണ്? നമ്മളുടെ ഡെൻഡൈൻ ആണ്. അപ്പോൾ ക്യൂ നമ്മൾ അടയാളപ്പെടുത്തുന്നു, ഡെൻഡൈൻ. ഓക്കെ, ആറ് നമ്മളുടെ സിമെൻറ്റമാണ്. ഇത് നമുക്ക് കിട്ടി. ഇനി അടുത്ത നോക്കിക്കേ, റൈറ്റ് 2 പെക്യുലാരിറ്റീസ് ഓഫ് ദി പാർട്ട് ലേബിൾഡ് പി. പി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തിൻ്റെ 2 പ്രത്യേകതകൾ എഴുതാൻ. അപ്പോൾ നമ്മൾ എന്ത് പറയും? പി എന്ന് പറഞ്ഞാൽ പൾപ്പ് ക്യാവിറ്റിയാണ്. പൾപ്പ് ക്യാവിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്, മൃദുവായ യോജക കല കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല ലിവിങ് ടിഷ്യൂ ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? നെർവ്സ് കാണുന്നുണ്ട്, ബ്ലഡ് വെസൽസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒഡോണ്ടോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സെല്ലും കാണുന്നുണ്ട്. 2 പോയിന്റ്സ് ആയില്ലേ? 3 മാർക്ക് എൻ്റെ മക്കൾ എല്ലാവരും ഉറപ്പിച്ചോ? അങ്ങനെ ഉറപ്പിച്ചവരെല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോഡ്, ഇനമോള് പല്ലുവേദന വന്നപ്പോൾ ഡെൻ്റൽ ഡോക്ടർ അടുത്ത് പോയി, പൾപ്പ് ക്യാവിറ്റിയിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? സിമെൻ്റ് ഇട്ട് അടച്ചു. ഓക്കെ, അപ്പോൾ ഈ കോഡൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ബാക്കി ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ടും അടിപൊളിയായിട്ടൊക്കെ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ആൽഫ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആൽഫ ബാച്ചിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഫുൾ സെറ്റായിട്ട് എല്ലാം അടിപൊളിയായിട്ട് പഠിക്കുന്നതായിരിക്കും, നേരത്തെ പഠിക്കുന്നതായിരിക്കും. താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്യുക, കോഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.